കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 5. ഹരിനാമകീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളു മരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഇതിൽ ഇപ്പോൾ ആദ്യത്തെ 4 ശ്ലോകം കഴിഞ്ഞപ്പോഴേ ഹരി ശ്രീ ഗണപതയേ എന്നാണ് വെച്ചിട്ടാണ് ഈ ശ്ലോകം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഹരി എന്നുള്ള 2 അക്ഷരം ഉപയോഗിച്ചു. ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെന്നോ എന്താ വെച്ചാൽ പറയണ്ട, ഭഗവാൻ പരബ്രഹ്മസ്വരൂപിയാണല്ലോ. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ ഹരി എന്ന് തുടങ്ങിയതിൽ ഇനി അടുത്ത 8 ശ്ലോകം ഗ ണ പ ത യേ ന മ എന്ന് അല്ല ശ്രീ ഉണ്ട് കേട്ടോ. ഹരി എന്ന് കഴിഞ്ഞു ഇനി ശ്രീ ഗ ണ പ ത യേ ന മ. ഇനി 8 ശ്ലോകം അതൊക്കെ ആദ്യത്തെ അക്ഷരം വെച്ചും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഹരി എന്ന് കഴിയാണ്. അപ്പം നമുക്ക് അർത്ഥത്തിലേക്ക് പോവാം. ഹരിനാമ കീർത്തനം ഇത്, അതായത് ഈ ഇപ്പം നമ്മൾ എഴുത്തച്ഛൻ എഴുതാൻ പോകുന്ന ഈ ഹരിനാമ കീർത്തനം ഗുരുവരുളാലേ, അതായത് ഗുരുവിൻ്റെ അരുളപ്പാട് എന്ന് പറയാം, ഗുരുവിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നും പറയാം. അരുളാലേ ഗുരുവിൻ്റെ ആജ്ഞ കൊണ്ടെന്നും അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ആജ്ഞ എന്ന് എന്താ വെച്ചാൽ പറയാം. അരുളപ്പാട് ഉര ചെയ്വതിന് അല്ലെങ്കിൽ ഇനി ഈ ഹരിനാമകീർത്തനം എഴുതുന്നതിന് അല്ലെങ്കിൽ ചെല്ലുന്നതിന്, അതായത് ഇത് രചിക്കുന്നതിന് ആണല്ലോ ഇവിടെ അർത്ഥം. രചിക്കാൻ പോവല്ലേ. ദേവകളും ഭൂസുരരും, അതായത് ദേവന്മാരും ഭൂസുരർ പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണർ. അപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാക്കേണ്ടത്, എപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴും ഇങ്ങനെ വന്ദന ശ്ലോകത്തിലും ഇതിലൊക്കെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്നാണ് അർത്ഥം. അല്ലാതെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആൾ എന്ന് നമ്മളിപ്പോൾ ഒക്കെ പറയണം, അതല്ല അർത്ഥം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ വർത്തിക്കുന്ന ആൾ ബ്രഹ്മജ്ഞാനി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞത് ദേവന്മാരും ബ്രഹ്മജ്ഞാനികളും അരുൾ ചെയ്യുക, അനുഗ്രഹിക്കുക, എന്നെ ഈ കീർത്തനം രചിക്കാനായിട്ട് അനുഗ്രഹിക്കണം. എനിക്ക് അവരുടെ അനുഗ്രഹം വേണം. ദേവന്മാരുടെയും ബ്രഹ്മജ്ഞാനികളുടെയും വലിയ വലിയ മുനിമാരിപ്പോൾ സനകാദി മഹർഷിമാർ, വ്യാസഭഗവാൻ, ശുഗബ്രഹ്മർഷി, ഈവൻ ശങ്കരാചാര്യരുടെ ഒക്കെ അനുഗ്രഹം വേണമെന്ന് പറയുകയാണ്. വലിയ വലിയ ഗുരുക്കന്മാരുടെയും ജ്ഞാനികളുടെയും. ഭുവി, അതായത് ഭൂമിയിൽ നരനായി ജനിച്ചു, നമുക്ക് മനുഷ്യ ജന്മം ലഭിച്ചുല്ലോ. അപ്പോൾ മരണം ഭവിപ്പളവും, മനുഷ്യജന്മം നമ്മളപ്പോൾ ലഭിച്ചു, മരണം ഉറപ്പാണ്. അപ്പോൾ മരണം ഭവിപ്പളവും, അതായത് മരിക്കുന്നത് വരെയും അല്ലെങ്കിൽ ഈവൻ മരണസമയത്തും ഉര ചെയ്വതിന്, ഈ ഹരിനാമം കീർത്തിക്കുന്നതിന് അരുൾക മീൻസ് കരുണ പൊഴിയുക അല്ലെങ്കിൽ അനുഗ്രഹിക്കുക. ഹേ നാരായണായ നമ. അതാണ് അതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഹരിന്ന് തുടങ്ങി ഇനി അടുത്ത 8 ശ്രീ ഗണപതിയെ നമയാണെന്ന് പറഞ്ഞുല്ലോ, അക്ഷരങ്ങളുകൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞുല്ലോ. ഇത് വേണ്ട വിധം എഴുതാൻ തുടങ്ങിയാൽ ഇത് വേണ്ട വിധം പൂർത്തിയാക്കാൻ എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ നമ്മളിത് ഓരോ ശ്ലോകമായിട്ട് ചെയ്യാൻ ഭാവിക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും ഭഗവാന്റെയും പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഹരിഭഗവാന്റെയും ആദിപുരുഷനായിട്ട് നാരായണൻ്റെയും പിന്നെയോ ദേവന്മാരുടെയും ബ്രഹ്മജ്ഞാനികളുടെയും ഒക്കെ അനുഗ്രഹം നമുക്കും വേണം, നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഇവിടെ ഹരി പറഞ്ഞാൽ ബ്രഹ്മം സ്വരൂപം പൂണ്ട തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനയും ആത്യന്തികമായിട്ട് ഹരിയിൽ തന്നെ എത്തും. ഇപ്പം നമ്മൾ വേദമന്ത്രങ്ങൾ, ഇപ്പോൾ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ മിത്രന് വരുണന് ഒക്കെ ഹോമിക്കുകയും ഹവിസ് അർപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ചെയ്യുമ്പോഴും നമ്മുടെ
ആ ചെയ്യുന്ന ആളൊക്കെ എന്താണെന്നറിയോ വിചാരം, ഈ മിത്രനിൽ കൂടിയും വരുണനിൽ കൂടിയും അഗ്നിദേവനിൽ കൂടിയൊക്കെ ആത്യന്തികമായിട്ട് ഇത് എത്തണത് ആ വിഷ്ണു ഭഗവാനിൽ തന്നെയാണ്. അത് ഒരു പറയൂലോ, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. അതായത് വെള്ളം ഉണ്ടല്ലോ, മഴ പെയ്തിട്ടുള്ള വെള്ളം അവസാനം പുഴയാവും, അവസാനം പുഴ ഒഴുകി ഈ വെള്ളത്തിൻ്റെ ലക്ഷ്യം എന്താ? സാഗരം. അവസാനം സാഗരത്തിൽ ചെന്ന് അതുപോലെയാണ് എന്തറിയോ, സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അതായത് വേദത്തിലൊക്കെ നമ്മൾ ആരെ പ്രാർത്ഥിച്ചാലും അത് ആത്യന്തികമായിട്ട് ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഹരിയിൽ തന്നെയാണ് എത്തുക. ആരെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, പക്ഷേ അവസാനം എത്തുന്നത് പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഹരിയിലാണ്. അതാ പറഞ്ഞ കേട്ടോ. ഇനി നമുക്ക് മനുഷ്യജന്മം നമുക്ക് കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് അല്ലേ? എത്രയോ പറയില്ലേ, 84 ലക്ഷം സ്പീഷീസ് കഴിഞ്ഞിട്ടാണ് അത്രേ നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ ആ മനുഷ്യജന്മം വ്യർത്ഥമാക്കി കളയാതിരിക്കണം. അതിനെന്ത് വേണം? മരണം വരെ നമുക്ക് ഈ ഹരിനാമ കീർത്തനം ചെയ്യാൻ കഴിയണം. അതായത് മരണസമയത്ത് അത് നമുക്ക് എന്താ വെച്ചാൽ, ശരിക്കും പറയുമ്പോൾ നമ്മൾ പറയും ഏറ്റവും എളുപ്പമാണ് നാമസങ്കീർത്തനം. ഭഗവാനെ സ്മരിക്കലും നാമം ചെല്ലലും വളരെ എളുപ്പമാണ്, ശരിയാണ്. പക്ഷെ അതേസമയം ഏറ്റവും വിഷമമാണ്. നമ്മളതിന് പരിശ്രമിക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. വളരെ അത്ര എളുപ്പമല്ല എല്ലാ സമയത്തും നാമം ജപിച്ചിരിക്കാനേ. പക്ഷേ അതിന് എളുപ്പമാവാൻ ഒരു കാര്യമാണ് ഏറ്റവും വേണ്ട. എന്താ പറയുക, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യം എന്താ ജീവിതത്തിൽ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കണം. അതായത് ഈശ്വരൻ മാത്രമേ സത്യവും സനാതനവും ആയിട്ടുള്ളൂ എന്നങ്ങോട്ട് നമ്മൾ നല്ലോണം നമുക്കത് മനസ്സിലായാൽ പോരാ, അതങ്ങോട്ട് ഉള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം. അതിനാണ് പലപ്പോഴും നമുക്ക് ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ സഹായം വേണ്ടി വരാം. അങ്ങനെ നമുക്ക് ലക്ഷ്യം ഉറച്ച് കിട്ടിച്ചോട്ടെ, പിന്നെ ഈ നാമം അപ്പം നമുക്ക് ആ ലക്ഷ്യം ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും ഭഗവാനിൽ എത്തണം, ഭഗവാനാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നങ്ങോട്ട് ഉറച്ചാൽ പിന്നെ നാമം ചെല്ലാനുള്ള ആ ഒരു എനർജിയും അതിനുള്ള ഇൻസ്പിറേഷനും കുറേശ്ശായിട്ട് കൂടി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നാമം ചെല്ലാന്നില്ല, ഭഗവത് കഥകൾ പറയുകയോ വായിക്കുകയൊക്കെ കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടായി ഞാൻ ലക്ഷ്യം ഇങ്ങോട്ട് ഉറച്ചിട്ട് നമ്മൾ ഈശ്വരനെ സ്മരിക്കാൻ കൂടുതൽ തുടങ്ങിയാൽ പിന്നെ പതുക്കെ നമ്മളെല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണാൻ തുടങ്ങും. അപ്പം എന്തായി, പിന്നെ ചെയ്യണതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു യജ്ഞം പോലെ ചെയ്യണതൊക്കെ ഒരു യജ്ഞം പോലെ ചെയ്യാൻ തുടങ്ങും. അതാണല്ലോ ഭാഗവതം പറയുക. ഭാഗവതം ധർമ്മം എന്താണെന്ന് ചുരുക്കി പറയാൻ പറഞ്ഞപ്പോൾ ശുഗബ്രഹ്മർഷി പറഞ്ഞു, വളരെ എളുപ്പമാണ്, നിങ്ങളിപ്പോൾ ചെയ്യണതൊക്കെ ചെയ്തോളൂ, പക്ഷെ എല്ലാം ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അത് യജ്ഞമായി. എന്ത് കാര്യവും ഇപ്പം നമ്മളൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുക വെച്ചാലും ആ ആളുടെ ഉള്ളിലുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാനാണെന്ന് വിചാരിക്കുക. നമ്മൾ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ വൈശ്വാനരനായിട്ട് ദഹനശക്തിയായിട്ട് നമ്മളെ ഉള്ളിലിരിക്കണ ആ ഹരിക്ക് അർപ്പിക്കുക. അങ്ങനെ ഈച്ച് ആൻഡ് എവ്രിതിങ് ആയാൽ അതാണ് ഭാഗവതധർമ്മം. ചെയ്യുന്നതെല്ലാം നിഷ്കാമായിട്ട് ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അപ്പം അങ്ങനൊരു സ്ഥിതിയിലെത്താൻ നാമജപം സഹായിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഒരു യജ്ഞമായിട്ട് അപ്പം എപ്പോഴും പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ ശരിക്കും പറയാച്ച എഴുത്തച്ഛൻ ഈ ഹരിനാമകീർത്തനം എഴുതണതും അത്രയും സാത്വികനാണ് അദ്ദേഹം. ഹരിനാമകീർത്തനം എഴുതണതും ഒരു യജ്ഞമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈശ്വര എൻ്റെ ഈ യജ്ഞം സഫലമാക്കാൻ ദേവന്മാരും ബ്രഹ്മജ്ഞാനികളും അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് വിശേഷബുദ്ധിയിട്ടുള്ള ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ സത്യാന്വേഷണത്തിന് പുറപ്പെടുന്നില്ല വച്ചാൽ അത് എത്ര ഒരു വിഡ്ഢിത്താണ്. നമ്മൾ ജന്മം പാഴാക്കുകയാണ് അല്ലേ? അതായത് വിശേഷബുദ്ധി ഉണ്ട്. ഇപ്പം ഈ ജന്തുക്കളുടെ പോലെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടല്ല നമ്മൾ ജീവിക്കണം. നമുക്ക് ചോയ്സ് ഉണ്ട്.
എന്താ, നല്ല കാര്യങ്ങൾ, നല്ല ചിത്തവൃത്തികൾ മനസ്സിൽ കൊണ്ട് നടക്കാനും ചീത്ത ചിത്തവൃത്തികൾ വരുമ്പോൾ അതിനെ ശാസിച്ച് മാറ്റാനുള്ള ഒരു വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് വാസന കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാവും അത് മാറ്റാൻ, പക്ഷെ കുറച്ചൊരു ഫ്രീ വില്ല് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇല്ല, ഞാനത് മനസ്സിൽ നിന്ന് മാറ്റും, അങ്ങനെ നമുക്കൊരു വാശിയിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് മനുഷ്യജന്മം കിട്ടി ഭാഗ്യത്തിന്. ഇനി അത് ഉപയോഗിക്കാതെ നമുക്കൊരു ചോയ്സ് ഉണ്ട്, കാരണം വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, ചീത്തയെ നിഷ്കാസനം ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാലോ എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ വളരെ പ്രധാനമാണ് നമ്മുടെ മനസ്സിലത്തെ ചിന്തകളെ നിയന്ത്രിക്കണതേ. അപ്പോൾ മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ എത്ര ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ ഈ മരണസമയത്ത് എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ടാണ് മനസ്സ് നിറഞ്ഞിരിക്കണത്, ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ജന്മം അത്ര എടുക്കുക. അതുകൊണ്ടാണ് ഈശ്വരനെ സ്മരിച്ച് മരിക്കണമെന്ന് പറയണത്. പക്ഷേ അതായത് ഭഗവാനെ സ്മരിച്ചാൽ, കീർത്തിച്ചാൽ മരണസമയത്ത് ആരെയാണ് എന്താണ് ആലോചിക്കണമെന്ന് വെച്ചാൽ അതാവും, അല്ലെങ്കിൽ അത് സാധിക്കാൻ വേണ്ടി നമ്മൾ ജനിക്കും എന്ന് പറഞ്ഞുവല്ലോ. ഭഗവാനെയാണ് സ്മരിക്കണ വെച്ചാൽ, അല്ലെങ്കിൽ ഭഗവാനെയാണ് കീർത്തിക്കണ വെച്ചാൽ എന്താൽ ഭഗവാനെ ലഭിക്കും. പക്ഷേ അതിനെന്താണ്, ഒരു ജീവിതകാലത്തെ അഭ്യാസം വേണം. വെറുതെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല അത്. അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞില്ലേ, അഭ്യാസേനതു കൗന്ദേയ. അഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. തോറ്റാലും ചിലപ്പോൾ പറ്റില്ല, എന്നാലും പിന്നെയും മനസ്സിനെ പിടിച്ചു കൊണ്ടുവരിക, അങ്ങനെ അഭ്യാസം ചെയ്യണം എന്ന്. അപ്പോൾ നമ്മളൊക്കെ ഭാഗവത്തിൽ നമ്മൾ കണ്ടുല്ലോ ഭരതൻ്റെ കഥ, ഋഷഭദേവൻ്റെ മൂത്ത മകൻ ഭരതൻ്റെ കഥ നമ്മൾ കണ്ടില്ലേ. ശരിക്കും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയതാണ്. എന്നിട്ട് നല്ല സാത്വികനായിട്ട് കംപ്ലീറ്റ്ലി എല്ലാം വൈരാഗ്യം സർവ്വസംഘ പരിത്യാഗിയായിട്ടിരിക്കുന്ന സമയത്ത്, ഒരു ദിവസം ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഒരു മാൻകുട്ടി, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സിംഹം പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹം വരികയാണ്. അപ്പോൾ ആ ഭയത്തിൽ അതങ്ങോട്ട് പ്രസവിക്കും. അപ്പോൾ അതിനെ അമ്മയെ തിന്നും സിംഹം. അപ്പോൾ ഈ കുട്ടി ആരും ഇല്ലാത്തൊരു അനാഥനാകുമ്പോൾ അത് കാണും. അപ്പം പിന്നെ ദയോണ്ടേ, കാരുണ്യം കൊണ്ടാണ് അതിനെ എടുക്കും, എന്നിട്ട് അതിനെ വളർത്തും. അപ്പം എല്ലപ്പോഴും ഈ ഭരതന്, ഈ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ജീവിച്ചിരുന്ന ആളൊക്കെ എപ്പോഴും ഈ മാൻകുട്ടിയുടെ വെൽഫെയറാണ് ശുഷ്കാന്തി. അതിന് വിശക്കുണ്ടോ, അതിന് വേറെ എന്തെങ്കിലും വന്ന് പിടിക്കുമോ, അതിനെ കുളിപ്പിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെ എപ്പോഴും മാനായി മനസ്സിലേ. അപ്പോൾ ആ ദേഹം ഉപേക്ഷിക്കാറാകുമ്പോൾ ആ മാനിന് ഇനി ആരും ഇല്ലല്ലോ, ആ മാനിനെ വിചാരിച്ച് ദേഹം ഉപേക്ഷിച്ചു. അപ്പം എന്തായി, നെക്സ്റ്റ് ജന്മം മാനായി ജനിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്. അതായത് ഈ എന്താണ് നമ്മൾ മരണസമയത്ത് ആഗ്രഹിക്കുക, ആലോചിക്കുകയും ചെയ്യണമെന്ന് വെച്ചാൽ അതാവും നമുക്ക് കിട്ടണ ജന്മേ. അതായത് ഭഗവത്ഗീതയിൽ അത് വളരെ ഫേമസ് ആയിട്ട് ശ്ലോകമാണല്ലോ, അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യ പ്രയാതി സത് മധ്വാചം യതി നാസ്തി അത്ര സംശയാന്ന്. അതായത് ആരാണ് ഈ ശരീരം എന്നെ സ്മരിച്ചുകൊണ്ട് വിട്ടുപോകുന്നത്, അതായത് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് കേട്ടോ, ആ ആൾ തീർച്ചയായിട്ടും എന്നെ തന്നെ പ്രാപിക്കും. എന്നിട്ട് ഒന്നും കൂടിയും പറയണ്ട, എന്താ, നാന്യസ്ത്ര സംശയ നാസ്തി അത്ര സംശയ നാസ്തി. അതായത് ആസ്തി അത്ര സംശയ മീൻസ് സെർട്ടൻലി നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സെർട്ടൻലി, അതിനൊരു സംശയവും ഇല്ലയെന്ന്. ആരാണ് എന്നെ സ്മരിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്, ആ ആളെ എന്നെ തന്നെ പ്രാപിക്കും, അതിൽ യാതൊരു സംശയമില്ല. അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. ഈ ദേഹം വിടുന്നതേ യപ്രയാതി സമദ്വാജം യാതി നാസ്തി അത്ര സംശയ. വളരെ ഫേമസ് ആയിട്ടുള്ള ഇതാണ്. അതും അതെ. പിന്നെ ഉണ്ട് കേട്ടോ, അതന്നെ യം യാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അതായത് നമ്മൾ എന്താണ് അവസാനം
ആ മരണസമയത്ത് നമ്മൾ ചിന്തിക്കണം, അതന്നെ നമ്മൾ അറ്റൈൻ ചെയ്യും, അതന്നെ നമ്മൾ പ്രാപിക്കുന്ന. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് ഒരു ലൈഫ് ടൈമിലത്തെ അഭ്യാസം വേണം, അല്ലാണ്ട് നമുക്ക് പറ്റില്ലേ. അതെ, അതാ ബുദ്ധിമുട്ടേ. അല്ലെങ്കിൽ നമുക്ക് അതിപ്പോൾ ഭാഗവതത്തിലും ശുഖബ്രഹ്മർഷി പറഞ്ഞത് നമ്മൾ കണ്ടില്ലേ. എനിക്ക് തോന്നുന്നത് 2-ാം സ്കന്ധത്തിലാണെന്ന് തോന്നണം കേട്ടോ. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതിയാണ് ഒരു ജന്മത്തിൻ്റെ സാഫല്യം. അവസാനം നാരായണനെ സ്മരിക്കാൻ സാധിച്ചാൽ ആ ജന്മം സഫലമായി എന്ന് ശുഖബ്രഹ്മർഷിയും പറയുന്നുണ്ടല്ലോ. നമ്മളത് കണ്ടുല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ജീവിതം, ഒരു പ്രവാഹമാണ്. ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാഹമാണ്, ഒരു തുടർച്ചയാണ്, കർമ്മപ്രവാഹമാണെന്ന് പറയാം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ സകാമമായിട്ട് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി വിട്ടാൽ നമ്മൾ അനുഭവിച്ച് കഴിയാത്ത അല്ലേ, അതനുഭവിക്കാൻ വേറൊരു ബോഡി എടുക്കും. അതായത് ആത്മാവ് നമ്മൾ കണ്ടൂല. ഇപ്പം ഇന്നലെ ഈ കഴിഞ്ഞ ശ്ലോകങ്ങൾ ആത്മാവ് നിത്യമാണ്, ഈ ബോഡിയുള്ളൂ ജഡം. അപ്പോൾ ഈ സകാമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ ആ ജീവാത്മാവിന് അതിൻ്റെ സാഫല്യത്തിനായിട്ട് ജനിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയണത് എല്ലാം നമ്മൾ ഈശ്വരാർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫലം അനുഭവിക്കുക തന്നെ വേണം. എല്ലാ കർമ്മങ്ങളുടെയും ഈശ്വരാർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിച്ചേ തീരും. അപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെയാണ് ഒരു ജന്മത്തിൽ മോക്ഷം കിട്ടുക ചോദിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈശ്വരാർപ്പണമായി ചെയ്ത് 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 മനഃശുദ്ധി വരുമ്പോൾ നമുക്ക് ജ്ഞാനം ഉദിക്കും. ജ്ഞാനം ഉദിച്ചാൽ പിന്നെ നമുക്ക് എല്ലാ കർമ്മഫലവും അതിനെ മായ്ക്കും. അതായത് അപ്പോൾ ഈ പ്രാരബ്ധം മാത്രമേ പ്രാരബ്ധം നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രാരബ്ധം കർമ്മം അനുഭവിക്കുന്നവരെ ഈ ദേഹം നിലനിൽക്കും. പക്ഷെ നമ്മുടെ ആഗാമിയ കർമ്മം ഈ ഇതിൽ ചെയ്തതും സഞ്ചിത കർമ്മം എന്ന് പറയും. അതായത് നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് കൂട്ടിവെച്ച് അതിൻ്റെ ഫലം അനുഭവിക്കാറാവാത്തതൊക്കെ ഒരു സഞ്ചിയിലുണ്ട്. സഞ്ചിത കർമ്മം അത് നമ്മളിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനം ഉദിച്ചാൽ ആ അക്യൂമുലേറ്റ് ചെയ്തതും ആഗാമികം പറയും. ഈ ജന്മത്തിൽ ചെയ്തതും എല്ലാ കർമ്മ ഫലങ്ങളും നശിക്കും ജ്ഞാനം ഉദിച്ചാൽ. അപ്പോൾ പിന്നെ ആ ജന്മം തന്നെ മോക്ഷം കിട്ടും. ഈ ജ്ഞാനം ഉദിക്കാത്തവരുടെ കാര്യമാണ് പറയണത്. അപ്പോൾ അവർക്ക് ഈ സഞ്ചിത കർമ്മം, അതായത് അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കർമ്മഫലവും ഇപ്പം നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മഫലവും അനുഭവിക്കണം. പക്ഷേ ഈവൻ ജ്ഞാനിക്ക് പോലും നമ്മൾ എത്രയോ കണ്ടു അത്. ഈവൻ ജ്ഞാനിക്കും പ്രാരബ്ധം, അതായത് പ്രാരബ്ധകർമ്മഫലം അനുഭവിക്കാനാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. അതായത് ഏതൊക്കെ ഇങ്ങനെ എത്രയോ ജന്മങ്ങളായിട്ട് കർമ്മങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ ചില കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പക്വമായിട്ടുണ്ടാവും, മെച്യൂർഡായിട്ടുണ്ടാവും, ടു ബി എക്സ്പീരിയൻസ്ഡ്. അതിൻ്റെ റിസൾട്ട്സ് ടു ബി എക്സ്പീരിയൻസ്ഡ്, മെച്യൂർഡ് ആണല്ലെങ്കിൽ പക്വമായിട്ടുണ്ടാവും. അങ്ങനത്തെ അതിനാണ് പ്രാരബ്ധകർമ്മ ഫലം എന്ന് പറയുക. ആ പ്രാരബ്ധകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഓരോരുത്തരുടെ ശരീരവും നമ്മുടെ പരിഭാഗം വന്ന് അനുഭവിക്കാൻ റെഡിയായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ശരീരം എടുത്തിരിക്കണം. അത് ആ പ്രാരബ്ധകർമ്മം കഴിയാതെ വീഴില്ല. ഇപ്പം രമണ മഹർഷിയൊക്കെ ജ്ഞാനിയായിരുന്നു അല്ലേ. പക്ഷേ ആ ജ്ഞാനം കിട്ടിയ ഉടനെ അദ്ദേഹത്തിൻ്റെ ബാക്കി സഞ്ചിത കർമ്മവും ആഗാമിക കർമ്മവും ഒക്കെ നിശേഷം പോയി. പക്ഷേ അദ്ദേഹം എന്തനുഭവിക്കാനാണ് ആ ശരീരം എടുത്ത് ക്യാൻസർ വന്നു, അങ്ങനെ ചെയ്തു. അത് കഴിയണ വരെ, ആ പ്രാരബ്ധകർമ്മം കഴിഞ്ഞണ വരെ അതിലിരുന്നു, എന്നിട്ട് സമാധി അടഞ്ഞു അല്ലേ. നമ്മളും അങ്ങനെ തന്നെയാണ്. പിന്നൊരു സെക്കൻഡ് പോലും നിൽക്കില്ല. ആ പ്രാരബ്ധം ഈ ബോഡി കൊണ്ട് എന്താണ് നമുക്ക് അനുഭവിക്കാൻ വെച്ചിരിക്കണം, അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ആത്മഹത്യ ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ കൊല്ലാൻ നോക്കിയാലും കൊല്ലപ്പെടില്ല, ജീവൻ പോവില്ല. അതാണേ. അപ്പോൾ
ജ്ഞാനിക്ക് ഈ ജന്മം തന്നെ മോക്ഷം കിട്ടും. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ ഈ കർമ്മഫലം അനുഭവിക്കാൻ നമ്മളിങ്ങനെ പിന്നെ ചുറ്റിത്തിരിയാണേ. അതുകൊണ്ടാണ് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മൾ ഈശ്വരനിലെത്തും. പിന്നെ അപ്പം എന്താ അറിയോ, ആ മരണസമയത്ത് ഭഗവാനെ വിചാരിക്കാൻ സാധിച്ച ആൾക്ക് മോക്ഷം കിട്ടാൻ കാരണം അതാണ്. കാരണം അത്ര മനസ്സ് ശുദ്ധായി. അപ്പം ഇനി പിന്നെ എല്ലാം നീങ്ങിപ്പോക്കോളും, ഭഗവാനെ തന്നെ പ്രാപിക്കും, പുനരാവർത്തിരഹിതമായ മോക്ഷത്തിന് അർഹാവും. അതാണ്. അപ്പം ഇതിലെന്താണ് പറയണ വെച്ചാൽ, എനിക്കിങ്ങനെ എപ്പോഴും പിന്നെ എന്താണ് മരണസമയത്തും മരണം വരെയും ഒക്കെ എനിക്ക് ഈ നാമസങ്കീർത്തനം ചെയ്യാൻ അങ്ങയുടെ അനുഗ്രഹം വേണം, നാരായണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളെ എങ്ങനെ നമുക്ക് കിട്ടിയ ഈ ജന്മം നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ഇനി നമുക്ക് ഏത് സമയത്തും സോ കോൾഡ് ഈശ്വര സങ്കീർത്തനോ അത് പറ്റില്ല, പലർക്കും ജോലി എടുക്കണം, കുടുംബം പുലർത്തണം, ഒന്നും ഇല്ലാതെ പറ്റില്ല, വ്യാവഹാരിക ലോകത്തിൽ വേണ്ടത്. എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി എന്നല്ലേ ഭാഗവതം പറഞ്ഞത്. എന്താ, ഇപ്പോൾ സ്ത്രീകളാണ് കുക്ക് ചെയ്യണം, കുട്ടികളെ നോക്കണം, പല പല പണികളുണ്ടാവും അല്ലേ. പക്ഷേ അപ്പോൾ ഭാഗവതം പറഞ്ഞു അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. ഏതൊരാൾക്കും ഭാഗവതധർമ്മം അനുഷ്ഠിക്കാം. ഒറ്റ കാര്യമേ വേണ്ടൂ, ചെയ്യുന്നതൊക്കെ ഫലേച്ഛയില്ലാതെ ഈശ്വരപ്രായിട്ട് ചെയ്യുക, എന്ത് ചെയ്യാച്ചാലും എന്ന് പറഞ്ഞു. അതേ നമുക്ക് പറ്റൂ. അങ്ങനെ ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് എന്തുണ്ടാവണേ, എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം കാണാൻ സാധിക്കും. അങ്ങനെ ഈശ്വര സാന്നിധ്യം കാണുമ്പോഴാണ് അപ്പം നമുക്ക് ഈ നമ്മുടെ സ്മരണയിൽ എപ്പോഴും ഭഗവാൻ തന്നെ ആയിരിക്കും. നമ്മൾ നാമസങ്കീർത്തനം ചെയ്യും. ഇനി അത് ചെയ്യണില്ലെങ്കിലും എല്ലാം ഈശ്വരനാണെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുറേ കാലത്തെ അഭ്യാസം കൊണ്ട് എന്താ ഉണ്ടാവുക, നമുക്ക് അന്ത്യകാലത്ത് നമുക്ക് സ്മരിക്കാൻ സാധിക്കും. അത് സാധിക്കണേ എന്നാണ് ഇതിൽ പിന്നെ എഴുത്തച്ഛനും പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. ഇതിൽ അത് മാത്രമേ പറയുള്ളൂ. എനിക്കെപ്പോഴും ഹരിനാമ സങ്കീർത്തനം ചെയ്ത് മരണം വരെയും അങ്ങനെ ഇരിക്കാൻ പറ്റണേന്നാണ് പറയണത്. ഞാനിത് എഴുതാൻ തുടങ്ങുകയാണ്, എല്ലാവരുടെ അനുഗ്രഹം വേണമെന്നും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം വേണമെന്ന് മാത്രമല്ല, ഭഗവാനെ ഞങ്ങൾക്കും എപ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കാനും ഞങ്ങളുടെ അന്ത്യകാലത്ത് ഈശ്വരനെ സ്മരിച്ച് ഈ ദേഹം ഉപേക്ഷിക്കാനും ഉള്ള അനുഗ്രഹം ഭഗവാൻ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഞാനിത് വായിച്ചിട്ട് ഇന്നത്തെ നിർത്താം. ഹരിനാമകീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളായ ദേവകളുമരുൾ ചെയ്യുക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.